ഹായ് ഗൈസ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജലജയെ ആ പാമ്പ് കടിച്ചിരിക്കുകയാണ് കേട്ടോ. അയ്യോ, പാമ്പ് കടിച്ചേ, എന്നെ ആശുപത്രി കൊണ്ടുപോയി, ഒരു മൂർഖൻ തന്നെയാണ് എന്നെ കടിച്ച് എന്നൊക്കെ പറഞ്ഞ് ജലജ വിളിച്ചു കൂവി പെറുക്കി ജലജയും കൊണ്ട് അജയനും അതുപോലെ തന്നെ അബിയും കൂടി അങ്ങ് ആശുപത്രിയിലേക്ക് പോയിരിക്കുക. ഇനിയിപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കഴിയുമ്പോഴേക്കും മരിക്കുകയൊന്നുമില്ല, ചികിത്സയൊക്കെ ചെയ്ത് ജലജയ്ക്ക് അസുഖം ഭേദമാകുന്നൊക്കെ ഉണ്ട്. എന്നാലും ആ ആശുപത്രി കിടക്കുന്ന സമയത്ത് പോലും ജലജയുടെയും അബിയുടെയും മനസ്സിലാകെപ്പാടെ കുശുമ്പാണ് കേട്ടോ. അപ്പോൾ ജലജ അബിയോട് പറയുന്നുണ്ട്, എടാ അബി, ഇത് കണ്ടോടാ, എനിക്കിപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം അവളാണ്. നിൻ്റെ ഒടുക്കത്തെ ബുദ്ധി, അവളെ കൊല്ലാൻ വേണ്ടി ആ മൂർഖനെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നീ നോക്കിക്കോ, മൂർഖൻ അവളെ കടിച്ചില്ലെങ്കിൽ അവർക്ക് ഞാൻ വേറെ പണി കൊടുക്കൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അടിപൊളി പ്ലാനിങ് ഒക്കെ നടത്തുകയാണ്. എങ്ങനെയെങ്കിലും നയനെയും കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ആ ആശുപത്രി കിടക്കയിൽ വെച്ചിട്ട് തന്നെ കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ജലജയുടെ കാലിൽ പാമ്പ് കടിച്ചിരിക്കുക. ജലജയാണെങ്കിൽ അയ്യോ എന്നെ പാമ്പ് കടിച്ചേന്ന് പറയുമ്പം എല്ലാവരും പറയുന്നുണ്ട് അത് നിനക്ക് തോന്നിയതായിരിക്കും ജലജയെന്ന്. അപ്പം ജലജ പറയാം, അയ്യോ തോന്നിയതൊന്നും അല്ല, ഒരു പാമ്പ് കടിച്ചു, നീ കണ്ടോ പാമ്പിനെ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ പാമ്പെന്നെ അത് കടിച്ച്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് കാല് കാണിക്കുക. അപ്പോൾ അബിയും പറയുന്നുണ്ട്, അമ്മയ്ക്ക് തോന്നുന്നതായിരിക്കും അമ്മയെന്ന് പറയുമ്പം പാമ്പ് കടിച്ച 2 പോയിന്റൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാമ്പ് കടിച്ചതാണെന്ന് എല്ലാവരും ഉറപ്പിക്കും. അയ്യോ എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുക, കരിമൂർഖൻ തന്നെയാണ് എന്നെ കടിച്ചതെന്ന് പറയുക. അപ്പോൾ അജയ് ചോദിക്കുന്നുണ്ട്, നീ അതിന് പാമ്പിനെ കണ്ടോ മൂർഖനെ? അതൊന്നും അല്ല, ഞാൻ സ്വപ്നത്തിൽ കണ്ടായിരുന്നു കരിമൂർഖനെ എന്നെ കടിക്കുന്നതെന്ന്, അതുകൊണ്ടാണ് എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും, ഞാൻ മരിച്ചു പോവുകയെ, വണ്ടിയുടെ സ്പീഡ് കൂട്ടി കൊണ്ടുപോകുന്നൊക്കെ പറയാം. അപ്പോൾ അജയും പറയുന്നുണ്ട്, എൻ്റെ ജലജയെ, ഞങ്ങൾ വണ്ടിയുടെ സ്പീഡ് കൂട്ടി തന്നെയാണ് പോകുന്നത്, നീ പേടിക്കാതെ വിഷമിക്കാതെ അവിടെ ഇരിക്കുന്നൊക്കെ പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഞാനെങ്ങനെ വിഷമിക്കാതിരിക്കും, ഈ പാമ്പ് എന്നെ തന്നെ കടിച്ചല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞ് കരയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയാണ്. അപ്പം കൊണ്ടുവരുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നുണ്ട്, എന്താ ഇവൻ പാമ്പ് കടിച്ചാണെന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ ICUലോട്ട് ജലജ അങ്ങ് കയറ്റുക. അപ്പോൾ അബിയും അജയനും ഒക്കെ വെളിയിൽ അങ്ങ് നിൽക്കുക. അന്നേരം അജയൻ പറയുന്നുണ്ട്, എങ്ങനെ അബി ഇത് സംഭവിച്ചു? അവൾ പറയുന്നു, അവൾ സ്വപ്നം കണ്ടതെന്ന്. അവൾ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ സംഭവിക്കുമോ, അതോ ഇതിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അബി ചോദിക്കുക, എന്താ അമ്മാവിന് ഈ പറയുന്നത്? വേറെ എന്ത് കളി ഉണ്ടാവാനായിട്ടാ? അമ്മയെ പാമ്പ് കടിച്ച് കിടക്കുന്ന സമയത്തും നിങ്ങൾക്കൊക്കെ എന്നെ അമ്മയെ സംശയമല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, അത് സംശയിക്കാനുള്ള വഴിയൊക്കെ ഉണ്ട്, നിങ്ങൾ അവിടെ ആ കാണിച്ചു കൂട്ടിയതൊക്കെ അതിനൊരു ഉദാഹരണമാണല്ലോ. ജലജയ്ക്ക് വന്ന് നിന്നപ്പോൾ തൊട്ടേ ഒരു പരിഭ്രമമായിരുന്നു, ആകെ മൊത്തം ഒരു പേടിയും വെപ്രാളവും ഒക്കെ കണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും അബി നീ ഒപ്പിച്ചു വെച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുക, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അമ്മാവനെ കൊണ്ടൊക്കെ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അജയൻ പറയാണ്, അല്ല ഇനിയിപ്പോൾ ഒപ്പിച്ചു വെച്ചത് നിങ്ങളാണെങ്കിൽ തന്നെ അതൊക്കെ അങ്ങ് സമ്മതിച്ചേരെ, എന്തായാലും നിങ്ങൾക്ക് തന്നെ പണിയും കിട്ടിയില്ലോ എന്ന് പറയുമ്പം അബിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ജലജയെ അകത്തേക്ക് കയറ്റി കൊണ്ടുപോയിരിക്കുക. അതേസമയം അനന്തപുരിയിൽ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുക. അപ്പം നന്ദു നയനയോടും ആദർശനോടും പറയുന്നുണ്ട് കേട്ടോ, ഇതിലെന്തോ കളികളുണ്ട് എന്ന് പറയുക. അപ്പം ആദർശം പറയുക, ശരിയാ അപ്പച്ചയ്ക്ക് വന്ന് നിന്നപ്പോൾ തൊട്ടേ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു, ഇനി ഈ പാമ്പ് എങ്ങനെയായിരിക്കും ഇവിടെ വന്നത്? അങ്ങനെ വെറുതെ ഒരു കരിമൂർക്കൻ ഇങ്ങോട്ട് കയറി വരുമോ? നല്ല മുറ്റിയ ഇനമാണെന്ന് ആ പാമ്പാട്ടി പറഞ്ഞത്, അയാൾ അതിനെ പിടിച്ചോണ്ട് പോയപ്പം. അപ്പം അത് എവിടുന്ന് വന്നതായിരിക്കും? ഇനി പറമ്പിൽ നിന്ന് എവിടുന്നേലും കയറി വന്നതായിരിക്കുമോ എന്ന് പറയുക. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അങ്ങനെ വെറുതെ പറമ്പിൽ നിന്നൊന്നും ആ പാമ്പ് കയറി വരുമെന്ന് തോന്നുന്നില്ല, ആ പാമ്പാട്ടിയെ വിളിച്ച് ഞാൻ ഒന്നുകൂടി സംസാരിക്കാം, അപ്പം നമുക്ക് അറിയാൻ പറ്റും ആ പാമ്പ് എവിടുന്ന് വന്നതാണെന്നുള്ള കാര്യം. കാരണം അയാൾക്ക് അതിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലക്ഷണമൊക്കെ വെച്ചിട്ട് എത്ര വർഷം പഴക്കമുണ്ടെന്നും എവിടുന്ന് വന്നതാണ് സാധ്യത, ആരെങ്കിലും വളർത്തിയതോ എവിടുന്നേലും കൊണ്ടിട്ടതോ ഒക്കെ ആകാവോ എന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് പറയാം. അപ്പം നയന പറയുക, അതെങ്ങനെയാണ് നന്ദു, ഈ പാമ്പിനെയൊക്കെ ആരാ കൊണ്ടുവന്ന് വിടുന്നത്? അതിനേക്കാൾ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ ഇതിനെയൊക്കെ കൊണ്ടുവരാമെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയും, ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതിനൊക്കെ ഇപ്പം എന്ത് ധൈര്യത്തിൻ്റെ ആവശ്യമാണ്? ഇപ്പം പല സ്ഥലത്തും ചേച്ചി കേൾക്കുന്നില്ലേ, പണം കൊടുത്താൽ എവിടുന്നെങ്കിലും ഒരു പാമ്പാട്ടിയുടെ കയ്യിൽ നിന്നോ വല്ലതും വാങ്ങിക്കൊണ്ടുവന്നിട്ട് അപകടം വരുത്താൻ പറ്റും എന്ന് പറയുമ്പോൾ നയന പറയാം, അങ്ങനെ ഒരു പാമ്പിനെ കൊണ്ട് ഇറക്കി വിട്ട് അപകടം ആർക്ക് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. ഇപ്പം കണ്ടില്ലേ, അപ്പച്ചയ്ക്കല്ലേ അത് സംഭവിച്ചത്, അതിപ്പം ആര് ചെയ്യാനാ? ചെയ്താലും അബിയും അപ്പച്ചിയല്ലേ അത് ചെയ്യാൻ സാധ്യതയുള്ളൂ, അവർക്ക് തന്നെ അപകടം വരുന്ന ഒരു കാര്യം അവർ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നന്ദു എന്ന് പറയുമ്പോൾ നന്ദു പറയാം, ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്, അതുകൊണ്ട് എന്തായാലും ഒരു അന്വേഷണം പോലെ ഞാൻ നടത്താം, ആ പാമ്പാട്ടിയെ കണ്ട് സംസാരിക്കുക, അയാൾക്ക് ചിലപ്പം അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റുമായിരിക്കും എന്ന് പറയാം. അപ്പോൾ അകത്താണെങ്കിലും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതെങ്ങനെ ഈ പാമ്പ് ഇവിടെ വന്നു, അത് ജലജയെ തന്നെ അത് കടിക്കുകയും ചെയ്തല്ലോ എന്ന് പറയുക.
അപ്പോൾ ദേവയാനി പറയാ ശരിയാ, ജലജയ്ക്ക് ഇവിടെ വന്ന് നിന്നപ്പോൾ തൊട്ടേ എന്തോ ഒരു പരിഭ്രമമുണ്ട്. ഒന്നെങ്കിൽ അവൾ അറിഞ്ഞിട്ടായിരിക്കും ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്, അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവും, എവിടെയെങ്കിലും അവൾ പാമ്പിനെയോ മറ്റോ കണ്ടിട്ടുണ്ടാവും, മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോട്ടെ എന്ന് ഓർത്ത് അവൾ അതൊക്കെ ഇങ്ങ് മറച്ചു വെച്ചതായിരിക്കും എന്ന് പറയണം. അപ്പം നവ്യ പറയാത്തേ ഇത്രയൊക്കെ ആയിട്ടും അമ്മയെ പാമ്പ് കടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോയി, എന്താവും അവസ്ഥ എന്ന് പോലും അറിയില്ല, കരിമൂർഖനാ കടിച്ചതെന്നാ പറഞ്ഞത്. എന്നിട്ടും നിങ്ങളൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അവരെയാണല്ലോ. അവരെന്താ സ്വയം ചാകാൻ വേണ്ടിയിട്ട് പാമ്പിനെ കൊണ്ടുവരുമോ? അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അപകടമില്ലാത്ത രീതിയിലല്ലേ വെക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട് അതിലൊക്കെ കാര്യമുണ്ട്, പക്ഷേ ജലജ അഭിയായതുകൊണ്ട് ആ കാര്യത്തിലൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇവിടെ വന്നു നിന്നപ്പോൾ തൊട്ടേ ജലജയ്ക്ക് ഓരോ സംഭവങ്ങൾ വരുമ്പോഴും പേടിയായിരുന്നു, എന്തോ പാമ്പ് അവളെ കടിക്കാൻ വരുന്നത് പോലൊക്കെ ഒരു തോന്നലുണ്ടായി എന്ന് പറയാണ്. അപ്പം നവ്യ പറയുകയാണെ അതെ, അത് അമ്മ തലേദിവസം സ്വപ്നം കണ്ടെന്നല്ലേ പറഞ്ഞത് അമ്മയെ ഒരു പാമ്പ് കടിക്കുന്നതായിട്ട്. അങ്ങനെ സ്വപ്നം കണ്ടപ്പം മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാവും, അല്ലാതെ വേറൊന്നും ആയിരിക്കില്ല. നിങ്ങളൊക്കെ സംശയിക്കുന്ന പോലൊന്നും ഉണ്ടാവില്ല, അങ്ങനൊന്നും അമ്മ ചെയ്യില്ല എന്ന് പറയാണ്. അപ്പം ദേവയാനി പറയാ നിന്റെ വിശ്വാസം പോലെ ഇരിക്കട്ടെ, പക്ഷെ അങ്ങനെ എന്തെങ്കിലും പണി അഭി ഒപ്പിച്ചതാണെങ്കിൽ അവൻ അതിനുള്ള ശിക്ഷ തന്നെ കൊടുക്കണം എന്ന് പറയണം. അപ്പം ജയനും പറയാ തീർച്ചയായിട്ടും, എന്തായാലും നന്ദു ഇവിടെ ഉണ്ടല്ലോ, നന്ദു ആ പാമ്പാട്ടിയെ ഒന്ന് വിളിച്ച് സംസാരിക്കണം, എന്താണ് ഇതിൻ്റെ ഉള്ളിലെ കാര്യം എന്നറിയണ്ടേ. ഇനി ആ പാമ്പിനെ ആരെങ്കിലും മനഃപൂർവ്വം ഇവിടെ കൊണ്ടിട്ടതാണോ, അതോ അനന്തപുരിക്കാർക്ക് ശത്രുക്കളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ലല്ലോ. ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിലോട്ട് വന്നിരിക്കുന്നതാണല്ലോ അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ. അവരും ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ദ്രോഹങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവർ തന്നെയാണ്. അന്ന് പാലിൽ വിഷം ചേർത്ത് നവ്യെ കൊല്ലാൻ ശ്രമിച്ചത് ദേവയാനി എടുത്ത് കുടിച്ച് അപകടം ഉണ്ടായില്ലേ, അതുപോലെ നയനയ്ക്ക് വേണ്ടിയിട്ടോ മറ്റാർക്കും വേണ്ടിയിട്ടോ ഒപ്പിച്ച പണിയായിരിക്കാം. ചിലപ്പോൾ അത് ജലജ കയറ്റുന്നേ ഉള്ളായിരിക്കും. ജലജയും അഭിയൊക്കെ നിരപരാധികളായിരിക്കും എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട് അങ്ങനെ ഈ വീട്ടിലൊരാൾ അറിയാതെ ഇവിടെ ആ പാമ്പ് കയറി വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? അതെങ്ങനെ കയറി വരും? ഒരിക്കലുമില്ല. ആ പാമ്പിനെ മനഃപൂർവ്വം ഈ വീട്ടിലുള്ള ആരോ ഇതിൻ്റെ അകത്ത് കയറ്റിയത് തന്നെയാണ്. അത് മറ്റാർക്കും അപകടം വരാൻ വേണ്ടിയിട്ട് കയറ്റിയതാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നയനേച്ചിക്ക് തന്നെ അപകടം വരുത്തി വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പൂജയുടെ ദിവസം തന്നെ ഇത് ചെയ്തു കൂട്ടിയത് എന്നൊക്കെ പറയുമ്പം നവ്യ പറയാം. നന്ദു വീണ്ടും അങ്ങനെ തന്നെ പറയാണ്. നന്ദുവിന് നവ്യയോട് അതുപോലെ ആദർശേട്ടനോടും ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ആവശ്യമില്ലാത്ത കല്ലുവച്ച നുണകളൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ നന്ദു പറയാം അതൊക്കെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിക്കോളാം ചേച്ചി. ഇനിയിപ്പം അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പം ചില സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിയുമ്പം ചില സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പം എല്ലാവരും ഒന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. പെട്ടെന്ന് പറയാണ് നവ്യേച്ചി വിഷമിച്ചിട്ട് കാര്യമില്ലാന്ന്. അപ്പം നവ്യ പറയാം അതെന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? ഞാൻ വിഷമിക്കാൻ മാത്രം എന്ത് കള്ളത്തരമാണ് ഇവിടെയുള്ളവർ ചെയ്തു വെച്ചത്? എന്താ അഭിയെ എന്തെങ്കിലും ചെയ്യാനാണോ പ്ലാൻ എന്ന് ചോദിക്കുകയാണ്. അപ്പം നന്ദു പറയുന്നുണ്ട് എല്ലാ തെളിവുകളും കിട്ടട്ടെ, നാളത്തേത് ഒരു ദിവസം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ആശുപത്രിയിലുള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാനും പറ്റുന്നില്ലെന്ന് പറയാം. അപ്പോഴേക്കും അജയൻ പറയാം ഞാൻ വിളിച്ചു നോക്കാം ജയനെ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ICUവിലാണ്, ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുകയാണ്, വിഷമൊന്നും അധികം കയറിയിട്ടൊന്നുമില്ല, പക്ഷേ ഒബ്സർവേഷനിൽ തന്നെയാണ്. അവർ പറയുന്നത് 24 മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ അഭി അവിടെ നിൽക്കുകയാണ്. അഭിയും അജയനും ഉണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് ആദർശമൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഭി ആകെ മൊത്തം വെപ്രാളത്തിലാണ് ഈ പാമ്പിൻ്റെ കാര്യം ആലോചിച്ചിട്ട്. അപ്പോൾ ആദർശ് പറയാണ് നന്ദു ഇക്കാര്യത്തിൽ ചില അന്വേഷണങ്ങളൊക്കെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നന്ദു ആ പാമ്പാട്ടിയുമായിട്ട് സംസാരിക്കുകയാണ്. പാമ്പാട്ടി അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ തരികയാണെങ്കിൽ ആ പാമ്പ് എവിടുന്നാണ് നമ്മുടെ വീട്ടിൽ എത്തിയതെന്ന് അറിയാൻ കഴിയുമെന്ന് പറയുമ്പോൾ അഭി പറയുക പാമ്പാട്ടി എന്ത് വിവരം തരാനാ, എന്ത് അന്വേഷണത്തിനാ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആദർശേട്ടാ. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന പാമ്പ് അതിപ്പം ഇങ്ങനെയൊക്കെ ആയി. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ ഇപ്പം ICUന്ന് ഇറങ്ങുകയും ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ അതൊന്നും അധികം കുത്തിപ്പൊക്കാൻ പോകണ്ടെന്ന് പറയുമ്പം ആദർശ് പറയാം അങ്ങനെ കുത്തിപ്പൊക്കാൻ പോയില്ലെങ്കിൽ പറ്റില്ലല്ലോ, ഇതാരാ ചെയ്തതെന്ന് നമുക്കറിയണം. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശത്രുക്കളായിരിക്കും. അനന്തപുരിക്കാർക്ക് ശത്രുതയ്ക്ക് കുറവുള്ളവരൊന്നും അല്ലല്ലോ. അപ്പോൾ പലരും അത് ചെയ്തു കൂട്ടും. ആരാ ചെയ്തതെന്ന് അറിഞ്ഞാൽ അത് അവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ അബി ആകെപ്പാടെ അങ്ങ് ഉരുണ്ട് വിരകുക. അപ്പോൾ ആദർശനും അജയനും ഒക്കെ ഒരു സംശയം തോന്നുന്നുണ്ട് കേട്ടോ അബിയെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദു ആ പാമ്പാട്ടിയുമായിട്ട് സംസാരിക്കാം.
എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പാമ്പ് ഇതിപ്പം എവിടുന്നേലും കയറി വന്നതായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഇതങ്ങനെ കയറി വന്ന പാമ്പൊന്നുമല്ല, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല മുറ്റിയ പാമ്പാണ്, കുറേ നല്ല പ്രായമൊക്കെ ഉള്ളൊരു കരിമൂർഖൻ തന്നെയാണ്, ഇതങ്ങനെ വളരെ റെയറായിട്ടുള്ള ഒരു ഇനമാണ്, ഇതങ്ങനെ ചുമ്മാ വന്ന് കയറുമെന്നൊന്നും തോന്നുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ നന്ദ ചോദിക്കുന്നുണ്ട്, പിന്നെ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും ഈ പാമ്പ് അനന്തപുരിയിലെ പോലെ ഒരു വലിയ വീടിനുള്ളിൽ ഇത് വന്ന് കയറിയതെന്ന് ചോദിക്കുക. അപ്പം അയാൾ പറയുന്നുണ്ട്, അതാരെങ്കിലും കൊണ്ട് ഇട്ടതാവാൻ മതി മോളെ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ പാമ്പിൻ്റെ ലക്ഷണം വച്ചിട്ട് ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു പാമ്പാട്ടി വളർത്തുന്ന പാമ്പാണ്. അയാൾ അതിന് സൂക്ഷിച്ച് ആഹാരവും എല്ലാം കൊടുത്ത് വേണ്ട രീതിയിൽ നോക്കിക്കൊണ്ട് വരുന്ന പാമ്പാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിനെ എങ്ങനെയെങ്കിലും പണം കൊടുത്ത് വാങ്ങി അവിടെ കൊണ്ടുവന്ന് അപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചതാവാൻ സാധ്യതയുണ്ട്. പലയിടത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ മോളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരി ചേട്ടാ, പക്ഷേ ഈ പാമ്പിൻ്റെ ഉടമസ്ഥനെ എങ്ങനെയെങ്കിലും അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അതൊന്നും അറിയാൻ എനിക്കൊരു മാർഗ്ഗമില്ല. ഇനിയിപ്പം എൻ്റെ കയ്യിൽ ഈ പാമ്പുണ്ടെന്ന് അറിഞ്ഞ് ആരെങ്കിലും ഇത് ചോദിച്ചിട്ട് വരികയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ യഥാർത്ഥ ആ പാമ്പിൻ്റെ ഉടമസ്ഥൻ അബിയെ വിളിക്കുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അബി സാറേ എന്തായി അവിടെ എന്ന് ചോദിക്കുമ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരിക. അബി പറയുന്നുണ്ട്, എടോ എന്ത് പാമ്പാടോ, അതിനെ ആ പൂക്കൂടയ്ക്കുള്ളിൽ വച്ചാൽ അവിടെ തന്നെ ഇരിക്കുമെന്നല്ലേ താൻ പറഞ്ഞത്, അതനുസരിച്ച് ഞാനത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ പൂക്കൂടയ്ക്കുള്ളിൽ നിന്ന് അത് ചാടിപ്പോയി നയനെ കടിച്ചതുമില്ല, എൻ്റെ അമ്മയെ കടിച്ച, അമ്മ ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുക എന്ന് പറയാം. അപ്പം അയാൾ പറയും, അയ്യോ അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയോ, സാറ് വിചാരിച്ച പോലെ നടന്നില്ല കാര്യമല്ലേ, എന്നിട്ട് പാമ്പ് എവിടെ, സാറിൻ്റെ അമ്മയെ കടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. എടോ അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറ, താൻ എന്താ പറഞ്ഞത്, കരിമൂർഖനാണെന്നല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അമ്മയ്ക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ, നല്ല വിഷമുള്ള എണ്ണയാണോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാം, സാറേ അത്രയ്ക്കൊന്നും പേടിക്കാനൊന്നുമില്ല, വലിയ വിഷമൊന്നുമില്ല, പിന്നെ താൻ എന്താണോ പറഞ്ഞത്, ഉഗ്ര വിഷമുള്ളതാണ്, ഒറ്റ കടിക്ക് തന്നെ നയനെ മരിക്കുമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് അത് സാധിക്കില്ലായിരുന്നോ, അതപ്പം ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ, പണം കിട്ടാനുള്ള ഒരു ഇതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാ, കടിച്ച വിഷം ഏക്കും, പക്ഷേ പെട്ടെന്ന് മരണമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, യഥാസമയം ചികിത്സിച്ച അതങ്ങ് മാറിക്കോളും, സാറിൻ്റെ അമ്മയ്ക്ക് ഒന്നും പറ്റിയല്ല, എൻ്റെ പാമ്പ് എവിടെ സാറേ അത് പറ, എല്ലാവരും പാമ്പിനെ കണ്ട് അതിനെ തല്ലിക്കൊന്നോ, എനിക്കത് തിരിച്ചു തരികയാണെങ്കിൽ എൻ്റെ ജീവിതമാർഗം കൂടിയായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, തനിക്കത് തിരിച്ചു തരണമെങ്കിലേ അത് വേറൊരു പാമ്പാട്ടിയെ വിളിച്ച് അത് കൊണ്ടുപോയി അതിനെ, അയ്യോ സാറേ അതിനെ എടുക്കാൻ എന്നെ വിളിച്ചാൽ പോരായിരുന്നോ, ഞാൻ വന്നത് എടുക്കില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ അബി പറയുക, തന്നെ വിളിച്ചിട്ട് വേണം ഞാൻ അവിടെ കുടുങ്ങാനായിട്ട്, അവിടെ വേറൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, അവൾക്കറിയാവുന്ന ഒരാളെ വിളിച്ചിട്ടുണ്ട്, ആ സ്ഥിരം പോലീസുകാരുടെയൊക്കെ വിളിക്കുമ്പോൾ ചെല്ലുന്ന ഒരു പാമ്പാട്ടിയില്ലേ അയാൾ അതിനെ എടുത്ത് ചാക്കിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇനി താൻ എന്നോടൊരു കാര്യം ചോദിക്കരുത്, താനും ഞാനും തമ്മിലൊരു ഏർപ്പാടുമില്ല, ഇപ്പം നമ്മൾ വിളിച്ചതുപോലും അവൾ അറിഞ്ഞ സംശയത്തിനിടയാവും, അല്ലേ തന്നെ ഇപ്പം അവിടെ എന്നെ അമ്മയും സംശയം എല്ലാവർക്കും പറയുകയാണ്. അപ്പം അയാൾ പറയാണ്, ശരി സാറേ ഞാൻ അയാളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എൻ്റെ പാമ്പിനെ എനിക്ക് കിട്ടണം, അല്ലാതെ പറ്റില്ല, ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിന് അത് ഉദ്ദേശിച്ച് തന്നെയാണ് തന്നത്, പാമ്പ് കടിച്ചു കഴിയുമ്പോൾ സാർ എന്നെ വിളിക്കുമല്ലോ എന്നും എനിക്ക് ആ പാമ്പിനെ അങ്ങ് എടുത്തോണ്ട് പോകാമല്ലോ എന്നും ഒക്കെ വിചാരിച്ചിട്ടാണ്, ഇതിപ്പോൾ എനിക്കത് നഷ്ടമായ എനിക്ക് നല്ലൊരു നഷ്ടം തന്നെയാണ് എന്നും പറഞ്ഞിട്ട് ഇയാൾ പോവാം. എന്നിട്ട് ഇയാൾ പോയിട്ട് മറ്റേ പാമ്പാട്ടിയെ അറിയാം, അയാളെ വിളിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് കേട്ടോ, അത് തൻ്റെ പാമ്പായിരുന്നോ എന്ന് ചോദിക്കുക, അതെ എൻ്റെ പാമ്പായിരുന്നു, എനിക്കതിങ്ങ് തിരിച്ചു തന്നേക്കാവോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചടോ, ഇതെങ്ങനെ അനന്തപുരിയിൽ ഈ പാമ്പ് എത്തിയെന്ന് ചോദിക്കുമ്പോൾ അയാൾ വിവരങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴേ പറയുന്നുണ്ട്, തിരിച്ചു തരാം, താൻ ഇങ്ങോട്ട് വന്നാൽ മതി, ഞാൻ പറയുന്ന സമയത്ത് വന്നാൽ ഞാൻ അതിനെ അങ്ങ് തിരിച്ചു തന്നേക്കാമെന്ന് പറയുക. എന്നിട്ട് ഈ പാമ്പാട്ടി നന്ദുവിനെ വിളിച്ച് പറയാം, അതേ മേഡം ആ പാമ്പിനെ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഉടമസ്ഥൻ എന്നെ വിളിച്ചിരുന്നു, അയാളിപ്പം ഇവിടെ വരും ഇതിനെ വാങ്ങാൻ, അയാൾ വരുമ്പം അയാളോട് കാര്യങ്ങൾ ചോദിച്ചാൽ അറിയാൻ പറ്റും ഈ പാമ്പ് എങ്ങനെ അവിടെ എത്തി എന്നുള്ളത്, അതുകൊണ്ട് മേഡം ആ സമയത്ത് ഇങ്ങോട്ട് വരണം എന്ന് പറയാം. അപ്പം നന്ദു പറയുന്നുണ്ട്, ശരി ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പം നമ്മുടെ പാമ്പാട്ടി വരുന്നുണ്ട് കേട്ടോ, അബിക്ക് പാമ്പ് കൊടുത്ത്, അയാൾ ഈ പോലീസിൻ്റെ പാമ്പാട്ടിയുടെ അടുത്ത് വരിക, വന്ന് ചോദിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ട് വരിക, എന്നിട്ട് ചോദിക്കുക, എടോ അപ്പോൾ താനായിരുന്നല്ലേ ഈ വിഷപ്പാമ്പിനെ അനന്തപുരിയിൽ കയറ്റി വിട്ടത്, താൻ ചെയ്ത കുറ്റം എന്താണെന്ന് തനിക്കറിയാവോ, അതിപ്പോൾ അവിടെ എല്ലാവരെയും കടിച്ചിരുന്നെങ്കിൽ മരണത്തിനിടയാവുമായിരുന്നു എല്ലാവരുടെയും, ഇതുപോലുള്ള ഫ്രോഡ് തരങ്ങൾ ചെയ്താണോ താൻ ജീവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയ്യോ മേഡം അവിടുത്തെ ആ അഭിസാരം
അത്യാവശ്യമായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് കുറച്ച് പണവും ഓഫർ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പണത്തിൻ്റെ അത്യാവശ്യം കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം. എൻ്റെ പാമ്പാണ് എൻ്റെ ജീവിതമാർഗ്ഗം. അതിനെ ഇങ്ങനെ തിരിച്ചു തന്നേരെ. എവിടെയെങ്കിലുമൊക്കെ ഇതിനെ കൊണ്ടുപോയി അഭ്യാസം കാണിച്ചൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം കുറച്ചധികം പണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് ദിവസത്തേക്ക് തരാമെന്ന് പറഞ്ഞതാ. അവിടെ പൂക്കൂടയിൽ കൊണ്ടുവച്ച് പൂക്കൂട തുറക്കുമ്പം ആ പൂക്കൂട തുറക്കുന്ന കുട്ടിയെ കടിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് വലിയ വിഷമൊന്നും ഇല്ലാത്ത ഇനവാ, വിഷമൊക്കെ എടുത്തതാ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തു വിട്ടത്. ഉഗ്ര വിഷമുണ്ടെന്ന് പറഞ്ഞാൽ കൊടുത്തതെന്ന് പറയാം. എന്നിട്ടിപ്പം അബിയുടെ അമ്മയെ തന്നെ കടിച്ച് ആശുപത്രിയിലാണെന്ന് താൻ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. അപ്പം പറയുന്നുണ്ട് അറിഞ്ഞു, അതുകൊണ്ട് അവർക്കൊന്നും പറ്റുമൊന്നുമില്ല, കുറച്ച് അവർ പേടിച്ച് പോയിട്ടുണ്ടാവും, വലിയ വിഷമൊന്നും ഇല്ലെന്നേ, അപകടം ഒന്നും സംഭവിക്കില്ല മാഡം, എനിക്കത് ഒരു അബദ്ധം പറ്റിയതാണെന്ന് അയാൾ പറയാം. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ശരി ശരി, അബദ്ധം പറ്റിയതാണെങ്കിലും താൻ ഇതിൻ്റെ ശിക്ഷയൊക്കെ അനുഭവിക്കേണ്ടി വരും, വിളിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് എത്തിയേക്കണം എന്നൊക്കെ പറയാം. എന്നിട്ട് നേരെ നന്ദു നയനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ദേ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി, അഭി ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരത്തിൻ്റെ കൂടെ ദേ ഒരെണ്ണം കൂടിയായി. നയനേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആ സർപ്പത്തിനെ അവൻ കൊണ്ടുവന്നത്. ആ പാമ്പാട്ടിയുടെ കയ്യിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി കൊണ്ടുവന്നത് അതിനെ എന്ന് പറയാണ്. പൂക്കൂടയ്ക്കുള്ളിൽ വച്ച പാമ്പ് എങ്ങനെയോ പുറത്തിറങ്ങി പോയത് കൊണ്ടാണ് നയനേച്ചി രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ആ പൂക്കൂടയിൽ നിന്ന് പൂ വാരി എറിയാൻ പോകുമ്പം നയനേച്ചിയുടെ കയ്യിൽ അത് കടിച്ച് നയനേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചേനെ. അതിനു വേണ്ടി ആ ദുഷ്ടക്കൂട്ടങ്ങൾ ചെയ്തതാ. അപ്പച്ചിയും അബിയും കൂടെ അറിഞ്ഞോട് ചെയ്തതാ. അതുകൊണ്ടല്ലേ അവരവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ടത് പാമ്പിനെ കാണാഞ്ഞിട്ട്. എന്തായാലും അവരെ തന്നെ അത് കടിച്ചു. ചക്കിന് വച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ ഒരുപോലെ ആയല്ലോ. എന്തായാലും അവർക്ക് തന്നെ പണി കിട്ടി. പക്ഷെ അവനെ ഞാൻ വെറുതെ വിടുമെന്നൊന്നും നയനേച്ചി ഓർക്കണ്ട. ഇനി നവീച്ചയുടെ കാര്യമൊന്നും ആലോചിക്കാൻ ഞാൻ നിൽക്കുകയല്ല. അവൻ അനഘയോട് ചെയ്ത ദുഷ്ടത്തരവും അതുപോലെ മറ്റു ജ്വല്ലറി ചെയ്ത കാര്യങ്ങളും ഇപ്പോഴേ ഈ പാമ്പിനെ കൊണ്ടുവന്ന് നയനേച്ചിയെ കടുപ്പിക്കാൻ ശ്രമിച്ചതൊന്നും മറക്കാൻ എനിക്ക് പറ്റില്ല. ആൾക്കാരെ കൊല്ലാൻ പോലും മടിയില്ലാത്ത ദുഷ്ടനാ അവൻ. ഇനി നവ്യേച്ചയുടെ കൂടെ ജീവിച്ചാലും എപ്പോഴെങ്കിലും ഒരു സന്ദർഭത്തിൽ നവ്യേച്ചയെ ഇല്ലാതാക്കാനും അവൻ ശ്രമിക്കും. അതുകൊണ്ട് അവനെ പൂട്ടണം, അത് അത്യാവശ്യമാണെന്ന് പറയാണ്. അപ്പോഴേക്കും നന്ദും നയനയും പറയുന്നുണ്ട് ശരിയാ മോളെ, നാളെ ആവട്ടെ, അപ്പച്ചിക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് പറയുമ്പം പറയാം അത് വലിയ വിഷമൊന്നുമില്ലെന്നാണ് ആ പാമ്പാട്ടി പറഞ്ഞത്. അതെന്തെങ്കിലും ആകട്ടെ, അവർ തന്നെ ചെയ്തതല്ലേ, അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ ജലജയ്ക്കാണെങ്കിൽ അസുഖത്തിനൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പാമ്പാട്ടി പറഞ്ഞതുകൊണ്ട് തന്നെ അബിക്ക് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരുമ്പോഴേക്കും അബി ഓടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, എന്തായി അമ്മയുടെ അവസ്ഥ ഇപ്പം എന്താണെന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, ഒബ്സർവേഷനിലാണ്, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും പാമ്പിൻ്റെ വിഷമൊന്നും അധികമായിട്ട് കയറിയിട്ടില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലൊരു പാമ്പ് കടിച്ചാൽ അപ്പം തന്നെ മരണം ഉറപ്പിക്കേണ്ടതാ. ഇതിപ്പോൾ നിങ്ങളുടെ എന്തോ ഭാഗ്യത്തിന് എന്തോ വിഷം അധികം കയറിയിട്ടില്ല എന്ന് പറയാം. അന്നേരം എനിക്ക് അമ്മയൊന്ന് പോയി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ, അരമണിക്കൂർ കൂടെ കഴിഞ്ഞാൽ പിന്നെ പോയി ഒന്ന് കാണാമല്ലോ, കാണുക സംസാരിക്കുകയും ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ആവശ്യമുള്ള ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കുകയോ ഒക്കെ ചെയ്യാമെന്ന് പറയാണ്. അപ്പോൾ അബിക്ക് അങ്ങ് ആശ്വാസമാണ്, ദൈവമേ രക്ഷപ്പെട്ടല്ലോ, ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പോൾ ആദർശും അതുപോലെ തന്നെ അജയനും ഒക്കെ പറയുന്നുണ്ട് ആ രക്ഷപ്പെട്ടു, ഏതായാലും പ്രശ്നമൊന്നുമില്ലാതെ വന്നല്ലോ, ഇനിയിപ്പോൾ ആ പാമ്പ് എങ്ങനെയാണ് വന്ന് അനന്തപുരിയെ കയറിയതെന്നൊന്ന് കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അബി പറയാം നിർത്ത്, പാമ്പ് 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 ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒരു വീട്ടിലൊരു പാമ്പ് കയറി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി അതിനും സംശയമാണോ? അത് മുറ്റത്തോ പറമ്പിൽ നിന്ന് എഴുതി കയറി വന്നതായിരിക്കും. എൻ്റെ അമ്മയുടെ കഷ്ടകാലത്തിന് അമ്മയെ തന്നെ അത് കടിക്കുകയും ചെയ്തു, വേറെ ആർക്കും ഒരു ആപത്ത് വന്നില്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങളെല്ലാം ഇങ്ങനെ കിടന്ന് സംശയിക്കുന്നത്? ഇനിയിപ്പോൾ എന്നെ ആയിരിക്കും എല്ലാവർക്കും സംശയം. ഞാൻ അങ്ങനെ ചെയ്യുമോ? എനിക്കും അമ്മയ്ക്കും ഒക്കെ ആപത്ത് വരുന്ന കാര്യം ഞാൻ തന്നെ ചെയ്ത് കൂട്ടുമോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാ ഇനി നിങ്ങൾ ഇത് അന്വേഷിക്കുന്നത്? ആ നന്ദുവിന് പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് വേറെ വല്ല പണിയും നോക്കാൻ അവളോട് പറ എന്നൊക്കെ അഭി അങ്ങ് പറയാം. അപ്പോഴേ ആദർശനും അജയനും കാര്യം മനസ്സിലാകാൻ കേട്ടോ ഇവൻ ഇതിൽ പങ്കുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ അഭി ജലജയെ കാണാനായിട്ട് റൂമിലേക്ക് കയറി പോവുകയാണ്, ഐസിയുലേക്ക് കയറ്റി വിടുക. അഭി അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേക്കും ജലജ ഇങ്ങനെ കിടക്കുക. എന്നിട്ട് ജലജയുടെ അടുത്ത് എന്ന് വെച്ചാൽ അഭി പറയുന്നുണ്ട്, അമ്മേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അമ്മയെന്ന് പറയാം. അപ്പം ജലജ പറയുന്നുണ്ട്, എടാ കുഴപ്പമൊന്നുമില്ലടാ, ഒരു ചെറിയ തളർച്ച പോലെയൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ, എന്തെങ്കിലും സംഭവിക്കോടാ എനിക്ക്, ഞാൻ മരിച്ചു പോവോടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയും, എൻ്റെ പൊന്നമ്മേ അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ആ പാമ്പാട്ടിയെ വിളിച്ച് ചോദിച്ചപ്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ആ പാമ്പിന് വലിയ വിഷമൊന്നുമില്ലായിരുന്നു, അയാൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു, നയനെ കടിച്ചിരുന്നെങ്കിലും അവൾ മരിക്കില്ല, ചിലപ്പോൾ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങാനും മരിച്ചെങ്കിലായി, അല്ലാതെ വലിയ വിഷമൊന്നുമില്ല, ഡോക്ടറും പറഞ്ഞു അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലാന്ന്, പിന്നെ ഒരു ഇതിന് വേണ്ടിയിട്ട് 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടത്തിയിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ജലജ പറയും, ഹോ ഭാഗ്യം, ഞാനങ്ങ് പേടിച്ചു പോയി, പോകുന്ന വഴിക്ക് മുഴുവൻ ഞാൻ ഓർത്തു ഞാനിപ്പം മരിച്ചു എന്ന്, എന്തായാലും ഒന്നും പറ്റിയില്ലല്ലോ,
എന്ന് പറയുമ്പോൾ അബി പറയാം അങ്ങനെയൊന്നും പറ്റിയില്ല. പക്ഷേ ദേ വേറൊരു കാര്യമുണ്ട്. അവിടെ ആ നന്ദു ഇതിൽ അന്വേഷണം നടത്താൻ പോവുക. ആ പാമ്പിനെ ആരാ കൊണ്ടുവന്നത് അനന്തപുരിയിൽ നിന്നുള്ള കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞാൽ നമ്മൾ രണ്ടും കുടുങ്ങും അമ്മയെന്ന് പറയുമ്പം ജലജ പറയുക ആ നന്ദുവിനൊരു പണിയില്ല. എന്താ ഇപ്പം പാമ്പിനെ കൊണ്ടുവന്നിട്ട് പോലും ആ നയന അവൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. അവളെ ആ പാമ്പ് കടിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞെങ്കിലും ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ അതിനു വേണ്ടി കൊണ്ടുവച്ചിട്ട് അതെനിക്ക് തന്നെ പണി കിട്ടിയല്ലോടാ. എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കിട്ടല്ലോ. നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് തന്നെ തിരിച്ചറിയാവുകയാണല്ലോ. അവളുമാരുടെയൊക്കെ സമയം നല്ലതാ. നിന്റെ ഭാര്യ ഉണ്ടല്ലോ അവളുടെയും ആ നയനയുടെയും അവളുടെ അനിയത്തി ആ നന്ദുവിൻ്റെയും ഒക്കെ കനകയുടെയും ഗോവിന്ദൻ്റെയും നല്ല സമയം. നീ ഓർത്തോ, ഏതായാലും ഈ ജലജ അവളെ വെറുതെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഈ പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് അവളങ്ങ് തെന്നിപ്പോയെങ്കിലും ഇനിയും നമ്മൾ പണി കൊടുത്തിരിക്കുമെന്ന് ജലജ പറയുക. അപ്പോൾ അഭിയും പറയുന്നുണ്ട് ശരിയാമേ, അവളെ വെറുതെ വിടത്തില്ല, ഞാനും ചെയ്യും. അവളെ നമ്മൾ തകർക്കും. അവളുടെ വയറ്റിലുള്ള കുഞ്ഞെങ്കിലും ഇല്ലാതാവും. ആ സന്തോഷം അങ്ങ് കെടുത്തണം നമുക്ക്. ഇതൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല എന്ന് പറയുമ്പോൾ ജലജ പറയാ ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ, അവൾക്കുള്ള അടുത്ത പണി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരൊന്നും അങ്ങനെ സുഖിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കാൻ ഈ ജലജയ്ക്ക് പറ്റുകയില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ജലജ ഇനിയിപ്പോൾ അടുത്ത പണി കൊടുക്കുകയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും നയനയ്ക്ക് അടുത്ത പണി കൊടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ ആബിക്കുള്ള അറസ്റ്റുമായിട്ട് നമ്മുടെ നന്ദു എത്തുകയും ചെയ്യാണ്. ആ ഒരു വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്